ഇതിനിടയ്ക്ക് നമുക്ക് നിയമസഭയിലേക്ക് കൂടി ഒന്ന് പോകണം. അവിടെ മലപ്പുറം പരാമർശത്തിന്മേലുള്ള അടിയന്തര പ്രമേയ ചർച്ച നടക്കുന്നു. നന്ദകുമാർ സംസാരിക്കുന്നു. പി എസ് ശ്രീനിവാസന്റെ, പി എം അബൂബക്കറിന്റെ, കരുണാകരന്റെ ഈ മൂന്ന് പി എം അബൂബക്കർ പറഞ്ഞു, ഇവിടെ പ്രസംഗിക്കുന്നത് പുറത്തു നിൽക്കുന്ന ജനസംഘക്കാരന് അകത്ത് ആളില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത്. കാണാം നിങ്ങൾക്ക്. ഇപ്പൊ പറയാൻ വന്നിട്ട് മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ആരാണെന്ന് അന്ന് അതിന് ശക്തമായി പ്രതിരോധിക്കാൻ രംഗത്ത് വന്നവരാണ് ഞങ്ങളൊക്കെ സംബന്ധിച്ചോളം. ആരാണ് സാർ ഈ BJP-യുമായി കൂട്ടുകൂടുന്നത്, RSS-മായി കൂട്ടുകൂടുന്നത്? നമുക്കത് പരിശോധിച്ച് നോക്കാലോ, ചരിത്രം നോക്കാലോ. നിങ്ങൾ RSS-ന്റെ ബന്ധം എവിടേക്കായിരുന്നു? 960 തുടങ്ങിയില്ലേ നിങ്ങൾ? 960 അന്നത്തെ പഴയ മുഖ്യമന്ത്രിയായ സഖാവ് EM നമ്പൂതിരിപ്പാട് മത്സരിക്കുമ്പോ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ്? ഒന്ന് പറയാൻ പറ്റുമോ കോൺഗ്രസുകാർക്കും ലീഗുകാർക്കും? സംഘപരിവാറിന്റെ പ്രവർത്തകനായിട്ടുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് സഖാവ് EM എതിരായിക്കൊണ്ട് നിങ്ങൾ RSS-ന്റെ ബന്ധം എവിടേക്കായിരുന്നു? 960 തുടങ്ങിയില്ലേ നിങ്ങൾ? 960 അന്നത്തെ പഴയ മുഖ്യമന്ത്രിയായ സഖാവ് EM നമ്പൂതിരിപ്പാട് മത്സരിക്കുമ്പോ നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാണ്? ഒന്ന് പറയാൻ പറ്റുമോ കോൺഗ്രസുകാർക്കും ലീഗുകാർക്കും? സംഘപരിവാറിന്റെ പ്രവർത്തകനായിട്ടുള്ള ആളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് സഖാവ് EM എതിരായിക്കൊണ്ട് അന്ന് തുടങ്ങിയതാണ് നിങ്ങൾ BJP-യായിട്ടുള്ള ബന്ധം. ഇന്ന് തുടങ്ങിയതല്ല BJP-യായിട്ടുള്ള ബന്ധം, അന്ന് തുടങ്ങിയതാണ് നിങ്ങൾ BJP-യായിട്ടുള്ള ബന്ധം. അല്ല എന്ന് പറയാൻ പറ്റുമോ? ജനസംഘത്തിന്റെ ഒരാളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് അന്ന് നിങ്ങൾ മത്സരിച്ചോടെ EM എതിരായിക്കൊണ്ട് 960 അന്ന് തുടങ്ങിയത് മറക്കണോ? ഷംസും കൂട്ടുകാരും മറക്കണോ? ബേപ്പൂർ മോഡൽ ആരാ? ബേപ്പൂർ മോഡൽ മറക്കണോ? TK ഹംസക്കെതിരായിക്കൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയതാരാ? മാധവൻകുട്ടിയെ. ആരാണ് മാധവൻകുട്ടി? സംഘപരിവാറിന്റെ പ്രവർത്തകൻ. അന്ന് ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി ശിലാന്യാസത്തിന് വേണ്ടി കല്ല് കൊണ്ടുപോകുമ്പോൾ ആ കല്ല് പോലീസ് വ്യക്തി മാധവൻകുട്ടിയെ സ്ഥാനാർത്ഥിയാക്കിയിട്ടല്ല. കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയം സഭയിൽ ചൂടുപിടിച്ച ചർച്ചയിലേക്ക് നീങ്ങുകയാണ്. പി നന്ദകുമാറിന്റെ പ്രസംഗമാണ് കേൾക്കുന്നത്. മത തീവ്രവാദികൾ മുഖ്യമന്ത്രിക്കെതിരെ അപവാദ പ്രചരണം നടത്തുന്നു, മലപ്പുറം ജില്ലയ്ക്കെതിരെ മുദ്രാവാക്യം വിളിച്ചത് കോൺഗ്രസുകാരാണ് തുടങ്ങിയ വാദമാണ് ഇപ്പോൾ പി നന്ദകുമാർ സഭയിൽ ഉന്നയിക്കുന്നത്.